നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർഗി സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഓലി അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജിവെച്ച് 4 ദിവസത്തിനു ശേഷമാണ് ചുമതലയേൽക്കുന്നത്. നേപ്പാളിന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിതയാണവർ. വെള്ളിയാഴ്ച രാത്രി 9:30 പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലിന്റെ വസതിയിൽ വെച്ച് നേപ്പാൾ ഭരണഘടനയുടെ 80ാം അനുച്ഛേദമനുസരിച്ച് പൗഡൽ കാർഗിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കാർഗി തന്റെ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു. 2026 മാർച്ച് 4 പുതിയ പൊതുതെരഞ്ഞെടുപ്പ് നടത്താൻ അവർ നിർദ്ദേശം നൽകി. നേപ്പാൾ ഭരണഘടനയുടെ 273ാം അനുച്ഛേദമനുസരിച്ച് യുദ്ധം, പ്രകൃതി ദുരന്തം, സായുധ കലാപം തുടങ്ങിയ ദേശീയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന് പരമാവധി 6 മാസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. നേരത്തെ പാർലമെന്റ് പിരിച്ചുവിടുക എന്ന പ്രധാന ആവശ്യം ഉൾപ്പെടെ നിരവധി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച സുശീല കാർഗിയുടെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് നേപ്പാളിലെ ജെൻസി കൂട്ടായ്മ അറിയിച്ചിരുന്നു. വി നേപ്പാളി ഗ്രൂപ്പ് എന്ന പേരിൽ പ്രതിഷേധിക്കുന്ന ജനറേഷൻ സെഡ് കൂട്ടായ്മ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഈ വിഷയത്തിൽ ധാരണയിലെത്തിയെന്ന് വ്യക്തമാക്കി. ഗ്രൂപ്പ് പ്രസിഡന്റായ സുദാൻ കുറുങ് പാർലമെന്റ് പിരിച്ചുവിടുക എന്നത് തങ്ങളുടെ പ്രധാന ആവശ്യമാണെന്നും അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയൂ എന്നും പറഞ്ഞു. നേപ്പാൾ പ്രസിഡന്റ് ഉടൻ തന്നെ പാർലമെന്റ് പിരിച്ചുവിടണമെന്നും അധികൃതർ അറിയിച്ചു. ജനറേഷൻ സെഡ് കൂട്ടായ്മയുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ഒരു മന്ത്രിസഭ രൂപീകരിക്കണമെന്ന് ഗുരുങ് ആവശ്യപ്പെട്ടു. അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ രൂപീകരണത്തെക്കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗുരുങ് പറഞ്ഞു. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നിയമജ്ഞയാണ് കാർഗി. അവർ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. തനിക്ക് അവിടെ ജോലി വാഗ്ദാനം ചേർന്നുവെങ്കിലും അത് നിരസിച്ചുവെന്ന് കാർഗി പറഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ നേപ്പാൾ ആർമി മേധാവി ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ഹാമി നേപ്പാളി ഗ്രൂപ്പിന്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. നേപ്പാളിലും ശ്രീലങ്കയിലും ഗവൺമെന്റ് എന്തെങ്കിലും അഴിമതികൾ നടത്തിയാൽ അവിടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങും. അവരെ ഭരണക്കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കും. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ നടക്കുമോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. This is Strike Talker signing off.